PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു, 50,000 ബാക്കിയുള്ളതാണ് അനുമോൾ പറഞ്ഞത്. കള്ളം പറഞ്ഞു. അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പൊ അതിന് കള്ളം പറഞ്ഞാണോ? ആ കള്ളം പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഇല്ല, ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്നത്. ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ ആദ്യം കണ്ടോ, ഇത് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ്. ഈ ബാക്കി 14 ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ച് വാങ്ങണം. അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് PR വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ചെയ്യുന്ന പോലെ, എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. സോ ഇതിലൊരു ഹെവി PR വർക്കൊന്നും ചെയ്തിട്ടില്ല. അത് ആരെങ്കിലും ഇത് PR വർക്കാണെന്ന് കൊണ്ടുവന്നു സമ്മതിക്കാം. 50 കണക്ക് എവിടെ വന്നു? ആരെ 50,000 കണക്ക് എവിടെ വന്നത്? ചുമ്മാ ഞാൻ അതായത് ഇവള് പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണമല്ലോ, അതിനുവേണ്ടി പറഞ്ഞു. അല്ലാതെ 50, 1 ലക്ഷം എന്നുള്ളത് ബിക്കോസ് നമ്മൾ പൈസ ആയിട്ടുള്ള ബന്ധമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ചെയ്തത്. പിന്നെ അത് ശരിക്കും അത് പറഞ്ഞതിലൊക്കെ ഒരു സാധനമുള്ളത് അനു വന്നിട്ട് പറയും. അത് അവിടെയുള്ള കുറെ ആൾക്കാരെ റിവീൽ ചെയ്താണ് അത്. അല്ല, ഇത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ 2ാമത്തെ ലേഡി വിന്നറാണ്. അപ്പോൾ അതൊരു ചരിത്രമാണ്. എപ്പോഴും ഒരു ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോ ആയിരുന്നു ബിഗ് ബോസിലെ. അതായത് ഒരു ഭയങ്കര മെയിൽ പവർ, മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഷോ അല്ലേ ബിഗ് ബോസ്. അവിടെ ഒരു 2ാമത്തെ പെണ്ണാണ് ജയിക്കുന്നത്. സോ അതൊരു ചരിത്രമാണ്. എല്ലാവരും ആ ഹാപ്പിനെസ് ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. പിന്നെ അനുമോൾക്ക് നല്ലൊരു ഭൂരിപക്ഷം 57% ഉണ്ടെന്ന് അറിഞ്ഞത്. അതായത് റണ്ണറപ്പിനേക്കാൾ 15-16% മുകളിൽ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടേണ്ടതാണ്. അല്ല, വിനു ഒറ്റ ചോദ്യം. ഇപ്പൊ അനുമോൾ പറഞ്ഞത് PR ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അനുമോൾ അത് തെറ്റിക്കുന്നില്ല. ഇപ്പൊ വിനു പറയുന്നത് PR ആയിട്ടല്ല വർക്ക് ചെയ്തത്, സുഹൃത്ത് ബന്ധമാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? PR ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഒരു പുള്ളിംഗ് അല്ലേ ഉദ്ദേശിച്ചത്? അതെ, PR അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പുള്ളിംഗ് ഉണ്ടെങ്കിലല്ലേ PR ചെയ്യാൻ പറ്റുള്ളൂ. അതെ, PR എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് റിലേഷൻസ്. എന്താണ് PR? ഒരാളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യും? പോസിറ്റീവായിട്ട്. അത് എങ്ങനെയാ? സോഷ്യൽ മീഡിയസിലൂടെ. അത് ഏത് സോഷ്യൽ മീഡിയയിലൂടെ? സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടല്ലോ, Instagram ആയിട്ട്, Facebook ആവട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാശ് കൊടുക്കണോ? അല്ല, നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റ് ഇടാം, കൂടുതൽ റീൽസ് കട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടമല്ലേ? അതെ, നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ എന്ത് ഇടണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അല്ല, ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് കാണിക്കുക എന്ന് പറയുന്നതുകൊണ്ടാണല്ലോ. ഒരാളെ പുകഴ്ത്തിക്കൊണ്ടല്ല, നമ്മളിവിടെ ഡാമേജ് കൺട്രോളാണ് ചെയ്യുന്നത്. ഒരാൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലേ? അനുമോൾക്ക് Day 1 തൊട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് കാണുന്നതല്ലേ? അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴും സൈബർ അറ്റാക്ക് വന്നോണ്ടിരിക്കുന്നത്. അനുമോൾ ടീമും തിരിച്ചും ചെയ്തല്ലോ. തിരിച്ചും ബാക്കി തെളിവുണ്ടോ? ഒരു കമന്റ് കാണിച്ചു തരാൻ പറ്റുമോ? അനുമോളുടെ PR അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റെങ്കിലും ഒരാളെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യും. അനുമോൾ PR കൊടുത്തിട്ടില്ല. അനുമോൾ PR നിങ്ങൾ പറ, എന്ത് PR ആണ് അനുമോൾ പറഞ്ഞ വാചകമോ പറയുന്നത്? അനുമോൾ ഉദ്ദേശിച്ചത്, അനുമോൾക്ക് PR നെ പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, അനുമോൾ PR എന്ന് ഉദ്ദേശം എന്താണ്? ഈ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങും അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നതുമാണ് അനുമോൾ PR എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതല്ല PR. മനസ്സിലായോ? PR എന്നുള്ളതിന്റെ കറക്റ്റ് ഡിഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കേണ്ടത്. അനുമോൾ PR അറിയാണ്ടാണ് അനുമോൾ ഇത് തന്നേക്കണമെന്നാണ്, അല്ലെങ്കിൽ PR ഏൽപ്പിച്ചേക്കണമെന്നല്ല. ശരി, അപ്പൊ ഈ 11,111 രൂപ കൈനീട്ടം എന്ന രീതിയിൽ ചുമ്മാ തന്നതാണ് വെറുതെ. അതായത് എന്നെ വിളിച്ചു. ഞാൻ സിനിമയ്ക്ക് PR ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുൻ ബിഗ് ബോസിൽ PR ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് പറയൂലേ, ബിഗ് ബോസിൽ നമുക്ക് പോവുകയാണ് ചേട്ടാ, ഇന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഹെൽപ്പിന് പൈസ വാങ്ങും. എനിക്ക് തന്നതാണ്, ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയല്ല. എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങും. എനിക്ക് 11,111 റുപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അവൾ പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞ സത്യമുണ്ട്, 77 രൂപയാണ് അവളുടെ ബാങ്ക് ബാലൻസ്. അതിൽ നിന്ന് 11,000 അത് അവൾ ഒരു കൈനീട്ടം പോലെയൊക്കെ തന്നിട്ട് പോയി, ചേട്ടാ എന്തെങ്കിലും ചെയ്ത് തരണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് വാശിയായി. കാരണം എന്താ വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശി അനുമോൾ ജയിക്കണമെന്ന്. ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണിത്. അല്ലാതെ നമ്മൾ ഒരു വലിയൊരു PR വർക്കൊന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. അനുമോൾക്ക് വേണ്ടി എവിടെയൊക്കെ പോസിറ്റീവ് കമൻസ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് കമൻസ് ആണ്. പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊന്നും അനുമോൾക്ക് അധികം വരുന്നില്ല. പിന്നീട് ഓരോ എപ്പിസോഡ് അനുസരിച്ചാണ് അനുമോളുടെ ഗ്രാഫ് വന്നേക്കുന്നത്. അനുമോൾക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട്, അനുമോൾക്ക് വോട്ട് കിട്ടാതെ. ഡെഫിനറ്റ്ലി ബ്രോ. ബിക്കോസ് എന്താ വെച്ചാൽ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ ഗ്രാഫ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഗ്രാഫ് ഉണ്ട്, ഞാൻ വലിയ ഗ്രാഫ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഈ ഫിനാലെ വീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായി. എനിക്ക് തോന്നുന്നു നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്തക്കൊന്നും വോട്ട് ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനുമോൾ ജയിച്ചേനെ. കാരണം ഇവരെല്ലാവരും കൂടി 2-2.5 ലക്ഷം വോട്ടാണ് അനീഷിന് വേണ്ടി മറിച്ചത്. അപ്പോൾ ആ ഭൂരിപക്ഷം കൊണ്ട് അനീഷ് കുറച്ചും കൂടി
പൊങ്ങി വന്നു. അത് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാനവാസ് ടോപ്പ് 2 ആയനെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടോപ്പ് 2 ആയനെ. അതും കൂടി ഇല്ലായിരുന്നു. കാരണം ബിഗ് ബോസ് കാണാത്ത ആൾക്കാരുടെ വോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ അനുമോൾക്ക് കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടായേനെ. കാരണം നിങ്ങൾ പോളുകളിൽ കണ്ട പോലെ 70% ഭൂരിപക്ഷമായിരുന്നു എല്ലാ പോളുകളിലും അനുമോൾക്ക്. താങ്ക് യു.